ഇന്ന് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന്റെ പടിഞ്ഞാറു ഭാഗത്ത് അറയും നിരയുമുള്ള ഓലമേഞ്ഞ വലിയൊരു നാലുകെട്ടായിരുന്നു മുല്ലുവീട്. അവിടുത്തെ അന്നത്തെ കാരണവർ അതീവ നിഷ്ഠയുള്ള ദേവീഭക്തനായിരുന്നു. ഭഗവതിക്കാവിൽ വിളക്ക് തെളിയിക്കുന്നതും പൂജ നടത്തുന്നതും എല്ലാം ഈ മുതിർന്ന കാരണവർ തന്നെയായിരുന്നു. സദാസമയം ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരവും. അങ്ങനെ വെള്ളിയാഴ്ച കൂടിയൊരു വർഷക്കാലത്ത് വൈകുന്നേരം പതിവ് പോലെ കാവിൽ ദീപം തെളിയിക്കാൻ ദേഹശുദ്ധി വരുത്താനായി കിള്ളിയാറിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ദേവീസ്തോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുങ്ങിക്കുളിച്ച് തല തുവർത്തുന്ന നേരത്ത് അദ്ദേഹം ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. നിറഞ്ഞൊഴുകുന്ന കിള്ളിയാറിന്റെ മറുകരയിൽ ഒരു 13 വയസ്സ് പ്രായം തോന്നിക്കുന്ന ബ്രാഹ്മണകുമാരിയെ പോലൊരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു. തനി തങ്കത്തിന്റെ നിറം, പട്ടുപ്പാവാടയും ബ്ലൗസും ധരിച്ചിരിക്കുന്നു. കാതിലും കഴുത്തിലും രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. മുടിയിൽ സുരഭില കുസുമങ്ങൾ തിരികിയിരിക്കുന്നു. മഹാതേജസ്വിനിയായ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന കുമാരിയെ പിതൃവാത്സല്യത്തോടും അനുകമ്പയോടും കൂടി അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴേക്കും കുമാരിയുടെ ചോദ്യമായി, എന്നെ ഒന്ന് അക്കരയ്ക്ക് എത്തിക്കാമോ? കേട്ട മാത്രയിൽ തന്നെ സന്തോഷത്തോടെ അദ്ദേഹം അക്കരയ്ക്ക് നീന്തി ചെല്ലുകയും സ്വപുത്രിയെ എന്ന പോലെ ആ കുമാരിയെ മറുകരയിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു. കുഞ്ഞെവിടെ പോകുന്നു എന്ന കാരണവരുടെ ചോദ്യത്തിന് അവൾ മധുരമായി പുഞ്ചിരിച്ചു നിന്നതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല. തുടർന്ന് അദ്ദേഹം കുഞ്ഞു വല്ലതും കഴിച്ചോ എന്നാരാഞ്ഞു. ആ സ്നേഹനിർഭരമായ ചോദ്യത്തിനും കുമാരി പുഞ്ചിരിയോടെ തലയാട്ടി. കഴിച്ചിട്ടില്ലെന്ന് ഗ്രഹിച്ച കാരണവർ കുമാരിയെയും കൂട്ടി മുല്ലുവീട്ടിലെത്തി. കാവിൽ വിളക്കി വെക്കാൻ നേരമായതുകൊണ്ട് തന്നെ കാരണവർ കുറച്ച് ധൃതിയിൽ തന്നെ കുമാരിക്ക് വേണ്ടി ഗ്രഹത്തിലുണ്ടായിരുന്ന അവിലും പഴവും ഒരു നാക്കിലയിൽ എടുത്തു വെച്ചു. മുറ്റത്തെ തെങ്ങിൽ കയറി ഒരു ഇളനീരുമിട്ടു. അതിന്റെ മൂടും ചെത്തി തിടക്കത്തിൽ പൂമുഖത്തെത്തുമ്പോൾ ആ കുമാരിയെ അവിടെങ്ങും കാണാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ആ വിഷമത്തോടെയാണ് കാരണവർ കാവിൽ വിളക്ക് വെക്കാൻ പോയത് തന്നെ. അന്ന് കാരണവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ദിവ്യമായ ഒരു പ്രകാശം പരന്നു. അതിൽ നിന്നും ആ കന്യക അവിടെ പ്രത്യക്ഷയായി ഭഗവതിയുടെ രൂപത്തിൽ കാരണവർക്ക് ദർശനം നൽകുകയും ചെയ്തു. ഇടറിയ ശബ്ദത്തോടെ കാരണവർ പറഞ്ഞു തുടങ്ങി, ഭഗവതിയെയാണോ ഞാൻ ഈ കൈകളിൽ കോരിയെടുത്ത് അക്കരയ്ക്ക് എത്തിച്ചത്? ഈയുള്ളവൻ മഹാഭാഗ്യവാനായിരിക്കുന്നു. ഇതിൽ പരം സുഹൃതം മറ്റെന്താണുള്ളത്? കാരണവർക്ക് നേർ ദേവിയുടെ മൊഴി, അങ്ങയുടെ പരമഭക്തിയിൽ ഞാൻ തൃപ്തയായിരിക്കുന്നു. നാളെ കാവിൽ ചെല്ലുമ്പോൾ നിലത്ത് 3 വരകൾ കാണുന്നിടത്ത് എന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അങ്ങയ്ക്കും നാടിനും സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും.